ആലപ്പുഴയിൽ KSRTC ബസ്സും ഒരു പ്രൈവറ്റ് ബസ്സും കൂട്ടിയിടിച്ച് അപകടമുണ്ടായി. കായംകുളം KP റോഡിലാണ് അപകടം ഉണ്ടായത്. പരിക്കേറ്റവരെ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മനീഷ് മഹിബാൽ ടെലിഫോണിൽ ചേരുന്നു. എന്താണ് ഉണ്ടായത് മനീഷ്? SKN പ്രാഥമികമായി നമ്മൾ അന്വേഷിച്ചതിൽ നിന്ന് മനസ്സിലായത് KSRTC ബസ്സിനെ മറികടക്കാൻ ശ്രമിച്ച സ്വകാര്യ ബസ് ഇടിച്ചു എന്നുള്ളതാണ്. അതിന്റെ പിന്നിൽ ഇടിച്ചു എന്നുള്ളതാണ്. ഈ സ്വകാര്യ ബസ്സുകൾ തമ്മിലുള്ള മത്സര ഓട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ഇതുണ്ടായതെന്നാണ് മനസ്സിലാകുന്നത്. കായംകുളം KP റോഡിൽ മൂന്നാംകുറ്റിയിൽ വെച്ചാണ് ഈ അപകടം ഉണ്ടാകുന്നത്. അടൂരിലേക്ക് പോവുകയായിരുന്നു KSRTC ബസ്. ഇതിനെ ഇതിനെ മറികടക്കാൻ എത്തിയ സ്വകാര്യ ബസ്സാണ് ഈ KSRTC ബസ്സിന്റെ പിന്നിലേക്ക് ഇടിച്ചത്. കൂടുതലും പരിക്ക് പറ്റിയത് ഈ സ്വകാര്യ ബസ്സിനകത്തുണ്ടായിരുന്ന വിദ്യാർത്ഥികൾക്ക് തന്നെയാണ്. 20ഓളം പേർക്ക് പരിക്കേറ്റു. അതിൽ 15 പേരും വിദ്യാർത്ഥികളാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാവിലെ സ്കൂളുകൾ, കോളേജുകൾ, മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പോവുകയായിരുന്ന വിദ്യാർത്ഥിനികളായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. അവർക്കാണ് പരിക്കേറ്റത്. പക്ഷെ നിസ്സാര പരിക്കാണ്. ഒരു പെൺകുട്ടി ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് ആദ്യം ഒരു KSRTC ബസ്സിനെ ഈ സ്വകാര്യ ബസ് മറികടന്നു. അത് ഈ കായംകുളം KP റോഡിൽ. രണ്ടാമത് വീണ്ടും ഒരു KSRTC ബസ്സിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് മറുവശത്ത് നിന്നും വേറൊരു വാഹനം വരികയും അത് ഇടത്തെ സൈഡിലേക്ക് ഈ സ്വകാര്യ ബസ് അടുപ്പിക്കുന്ന സമയത്താണ് പെട്ടെന്ന് KSRTC ബസ്സിലേക്ക് ഇടിച്ചത്. ഈ ബസ്സിലുണ്ടായിരുന്ന എല്ലാവരും നിലത്ത് വീഴുന്ന സാഹചര്യം ഉണ്ടായി. പലർക്കും നെറ്റിയിലും കാലിനും ഒക്കെ തന്നെ പരിക്കേറ്റിട്ടുണ്ട്. ഉടൻ തന്നെ എതിർദിശയിൽ വന്ന മറ്റൊരു ബസ്സിലാണ് ഉടൻ തന്നെ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ പരിക്കേറ്റ 20ഓളം പേരെ ഒരേ ബസ്സിൽ കയറ്റി ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചതുകൊണ്ട് വലിയ അപകടം ഒഴിവായി. പക്ഷേ നിലവിൽ അവിടെയുള്ള കായംകുളം താലൂക്ക് ആശുപത്രിയിൽ നിന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നത് അവിടെ അത്യാഹിതമായ ആർക്കുമില്ല. ഈ പരിക്കുകളൊക്കെ നിസ്സാരമാണ്. പക്ഷേ ഈ KSRTC ബസ്സിന്റെ മത്സര ഓട്ടം ഈ രീതിയിൽ തുടരുകയാണെങ്കിൽ വലിയ അപകടം അവിടെ ഉണ്ടാകും. അങ്ങനെ നിലവിൽ അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം ആരുടെയും പരിക്ക് ഗുരുതരമല്ലെന്ന് ആണ്. പക്ഷേ KSRTC സ്വകാര്യ ബസിന്റെ ഭാഗത്താണ് ഗുരുതരമായ അനാസ്ഥ ഉണ്ടായതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. മനീഷ് മഹിബാലാണ് വിവരങ്ങൾ നൽകിയത്.